ഏവർക്കും അഡ്ഹോക്ക് ലേണിംഗിലേക്ക് സ്വാഗതം. 10-10 എന്ന സീരീസിന്റെ 76ാമത്തെ ഭാഗത്തിലെ ആദ്യ ചോദ്യം നോക്കാം. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി കേന്ദ്ര ഗവൺമെന്റ് നിയമിച്ച കമ്മീഷൻ ഏതായിരുന്നു? ഓപ്ഷൻസ്: ഷാ കമ്മീഷൻ, ലിബർഹാൻ കമ്മീഷൻ, ശ്രീകൃഷ്ണ കമ്മീഷൻ, സർക്കാരിയ കമ്മീഷൻ. ശരിയുത്തരം ഓപ്ഷൻ ഡി ആണ്, സർക്കാരിയ കമ്മീഷനാണ്. രണ്ടാമത്തെ ചോദ്യം: രാജ്യസഭയുടെ സമ്മേളനങ്ങളിൽ അധ്യക്ഷപദം വഹിച്ച് നടപടികൾ നിയന്ത്രിക്കുന്നത് ആരാണ്? ഓപ്ഷൻസ്: ഉപരാഷ്ട്രപതി, രാഷ്ട്രപതി, സ്പീക്കർ, പ്രധാനമന്ത്രി. ശരിയുത്തരം ഉപരാഷ്ട്രപതിയാണ്. മൂന്നാമത്തെ ചോദ്യം: കൈറ്റിന്റെ പൂർണ്ണരൂപം എന്താണ്? കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിക്കൽ എഡ്യൂക്കേഷൻ, കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ, കേരള ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഏജൻസി. ഇവയൊന്നുമല്ല. ശരിയുത്തരം ഓപ്ഷൻ ബി ആണ്, കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. നാലാമത്തെ ചോദ്യം: താഴെ കൊടുത്തിരിക്കുന്നവയിൽ നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന അസുഖങ്ങളുടെ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഓപ്ഷൻസ്: പോളിയോ, പാർക്കിൻസൺസ്, ടൈഫോയിഡ്, ന്യൂമോണിയ, പോളിയോ മലമ്പനി, എയ്ഡ്സ്, ക്ഷയം. ശരിയുത്തരം ഓപ്ഷൻ എ ആണ്, പോളിയോ പാർക്കിൻസൺസ്. അഞ്ചാമത്തെ ചോദ്യം: സംസ്ഥാന സർക്കാരിന് നിയമ ഉപദേശം നൽകുന്നത് ആരാണ്? ഓപ്ഷൻസ്: ഗവർണർ, കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, ഉപരാഷ്ട്രപതി, അഡ്വക്കേറ്റ് ജനറൽ. ശരിയുത്തരം ഓപ്ഷൻ ഡി ആണ്, അഡ്വക്കേറ്റ് ജനറൽ. ആറാമത്തെ ചോദ്യം: ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 44 അനുസരിച്ച് താഴെ പറയുന്ന ഏത് പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻസ്: അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും വളർത്തുക, രാഷ്ട്രത്തിലെ പൗരന്മാർക്ക് പൊതുവായ സിവിൽ നിയമ സംഹിത രൂപീകരിക്കുക, മദ്യനിരോധനം, തുല്യ ജോലിക്ക് തുല്യവേതനം. ശരിയുത്തരം ഓപ്ഷൻ ബി ആണ്, രാഷ്ട്രത്തിലെ പൗരന്മാർക്ക് പൊതുവായ സിവിൽ നിയമ സംഹിത രൂപീകരിക്കുക എന്നുള്ളതാണ്. 37 ഡിഗ്രി സെൽഷ്യസിന് സമാനമായിട്ടുള്ള ഫാരൻഹീറ്റ് സ്കെയിലിലെ താപനില എത്രയാണ്? ഓപ്ഷൻസ്: 97.6 ഡിഗ്രി ഫാരൻഹീറ്റ്, 98 ഡിഗ്രി ഫാരൻഹീറ്റ്, 98.6 ഡിഗ്രി ഫാരൻഹീറ്റ്, 97 ഡിഗ്രി ഫാരൻഹീറ്റ്. ശരിയുത്തരം ഓപ്ഷൻ സി ആണ്, 98.6 ഡിഗ്രി ഫാരൻഹീറ്റ്. ഇന്ത്യൻ ഭരണഘടനയിൽ പൊതുജനാരോഗ്യം എന്ന വിഷയം ഉൾപ്പെടുന്ന ലിസ്റ്റ് ഏത്? ഓപ്ഷൻസ്: യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. ഇവയൊന്നുമല്ല. ശരിയുത്തരം ഓപ്ഷൻ ബി, സ്റ്റേറ്റ് ലിസ്റ്റ് ആണ്. ഒൻപതാമത്തെ ചോദ്യം: അക്വാട്ടിക് ഫുഡ് ചെയിനുകളിൽ DDTയുടെ സാന്ദ്രത ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് ഏത് ജീവിയിലായിരിക്കും? ഓപ്ഷൻസ്: മത്സ്യങ്ങൾ, ഫൈറ്റോ പ്ലാങ്ക്ടണുകൾ, ഞണ്ടുകൾ, കടൽക്കാക്കകൾ. ശരിയുത്തരം ഓപ്ഷൻ ഡി ആണ്, കടൽക്കാക്കകൾ. പത്താമത്തെയും അവസാനത്തെയും ചോദ്യം നോക്കാം. ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ ലംഘിക്കുന്ന ഒരു ഭേദഗതിയും നടത്താൻ പാർലമെന്റിന് അധികാരമില്ല എന്ന സുപ്രധാന സുപ്രീം കോടതി വിധി ഏതു കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായതാണ്? ഓപ്ഷൻസ്: AK ഗോപാലൻ കേസ്, SR ബൊമ്മായി കേസ്, നോവാർട്ടിസ് പേറ്റന്റ് കേസ്, കേശവാനന്ദ ഭാരതി കേസ്. ശരിയുത്തരം ഓപ്ഷൻ ഡി ആണ്, കേശവാനന്ദ ഭാരതി കേസാണ്. എത്ര ചോദ്യങ്ങൾ ശരിയായെന്ന് കമന്റായി രേഖപ്പെടുത്തുക. അതോടൊപ്പം തെറ്റിയ ചോദ്യങ്ങളെല്ലാം എഴുതിയെടുത്ത് പഠിക്കുക. 10-10 എന്ന സീരീസിന്റെ അടുത്ത ഭാഗവുമായി നാളെ രാത്രി 10:10 കാണാം. താങ്ക്